അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ചേർന്നതാണ് ധനുക്കൂറ്. മാർക്കറ്റിംഗ്, അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും എഴുത്തുവിദ്യ, അതുപോലെ മീഡിയ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഗുണകരമാണ്. എന്നാൽ അതാത് സമയത്ത് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സ്വയം ചിന്തിച്ച് ശക്തമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട കാലമാണ്. അതല്ല അവിടെ ഒരു ഇടർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദുരിതം അവരുടെ കർമ്മമേഖലയിൽ, കർമ്മമണ്ഡലത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ധനപരമായിട്ട് അനുകൂലമാണ് തന്നെയാണ്. ലാഭവും ധനവരുമാന മാർഗങ്ങളുമൊക്കെ തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂയിറ്റി ഉണ്ടായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് കൈകൾക്കും അതുപോലെ തോളെല്ലുകളും ശിരസിൻ്റെ പാർശ്വങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില വേദനകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് പരസ്പര ബന്ധത്തിൽ സഹോദരന്മാരും ഒക്കെ ആയിട്ട് ഒരു ഉണ്ടായിരുന്ന വൈരത്തെ മാറി അവരൊക്കെ ഒന്നിച്ച് ഒരേ അഭിപ്രായത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവനെ ധ്യാനിക്കുക അഥവാ ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം തരും. വാക്കുകളിലും കുറച്ച് രൂക്ഷ വാക്കുകൾ ഒഴിവാക്കി വളരെ സാത്വികമായിട്ടുള്ള വാക്കുകളിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുടുംബത്തിലാണെങ്കിലും അവരവരുടെ കർമ്മ മേഖലയിൽ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിലും നടത്തുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്.